നമസ്കാരം. ഹാർവസ്റ്റ് ടിവിയുടെ മുഖാമുഖം പരിപാടിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളത്തിലെ പ്രമാദമായ കൊലക്കേസുകളിലൊന്നായ തിരുവല്ല മീന്തലക്കര കരിക്കൻവില്ല കൊലക്കേസ് നടന്നിട്ട് ഇപ്പോൾ 38 വർഷം പിന്നിടുന്നു. ആ കൊലക്കേസിലെ മുഖ്യ സൂത്രധാരൻ ഏറെ വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത മദ്രാസിലെ മോൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ട റെനി ജോർജിൻ്റെ മാനസാന്തരവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ക്രൈസ്തവ കൈരളിയിലും ഏറെ ശ്രദ്ധേയ വാർത്തയായിരുന്നു. നഷ്ടനാളുകളിലെ മുള്ളും പറക്കാരയും നിറഞ്ഞ ഓർമ്മകളെക്കുറിച്ച്, ദൈവസ്പർശിയായ ജീവിതത്തിലെ ശ്രദ്ധേയമായ അനുഭവങ്ങളെക്കുറിച്ച്, തൻ്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് ഈ അഭിമുഖത്തിലൂടെ അദ്ദേഹം നമ്മോട് മനസ്സ് തുറക്കുകയാണ്. പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം, അദ്ദേഹത്തെ ശ്രദ്ധിക്കാം. വളരെ ശ്രദ്ധേയമായ ഒരു ജീവിത കാലയളവ്, വളരെ വ്യക്തമായ ഒരു രൂപാന്തര കഥ, മറ്റുള്ളവരാരും ചെയ്യാത്ത മേഖലകളിൽ ശ്രദ്ധേയമായ ഒരു പ്രേക്ഷിത പ്രവർത്തനം, അതിനു മുൻപ് ജീവിതത്തിൻ്റെ നല്ല കാലയളവിൽ സംഭവിച്ചു പോയ ഒരു കൈപ്പിഴ അല്ലെങ്കിൽ വലിയൊരു തെറ്റ്, ആ തെറ്റിനപ്പുറം സംഭവിച്ച മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ക്രൈസ്തവ കൈരളിയിൽ റെനി ജോർജിനെ വ്യത്യസ്തനാക്കുന്നത്. അടുത്ത ബന്ധുവായിരുന്ന അങ്കിൾ ജോർജ്, ആൻറ്റി റേച്ചൽ, ഇവരുടെ കൊലപാതകം, നീണ്ട വർഷത്തെ ജയിൽവാസം, അതിനിടയിൽ അത്ഭുതകരമായി സംഭവിച്ച ജീവിത രൂപാന്തരം, ശ്രദ്ധേയമായ അതിമഹത്തായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഒരു സിനിമയിലെ തിരക്കഥ പോലെ ദൈവത്താൽ രചിക്കപ്പെട്ട ഒരു ജീവിതം. എങ്ങനെയാണ് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ജീവിതത്തെ ദൈവവുമായി ബന്ധപ്പെടുത്തി കാണുവാൻ ആഗ്രഹിക്കുന്നത്? ലോകത്തിൽ ഒരു മനുഷ്യനും ഒരിക്കലും ഒരു കവർച്ചക്കാരനോ കൊലപാതകയോ ആയിത്തീരുവാൻ ആഗ്രഹിക്കുകയില്ല. എന്നാൽ ഒരു മിഷണറി കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു അവസാനത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്നോട് ആരെങ്കിലും എന്തായി തീരുവാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നത് എനിക്കൊരു ബിഷപ്പായി തീരണമെന്നായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ബിഷപ്പന്മാർക്ക് മാത്രമേ കാറുകളുള്ളായിരുന്നു. പ്ലഷർ കാർ എന്നാണ് അന്ന് കാറുകൾക്ക് പറയുന്നത്. അങ്ങനെ കാറിൽ വരുന്ന ബിഷപ്പന്മാർ എന്നെ ആകർഷിച്ചു. ബിഷപ്പന്മാരുടെ കാറാണ് എന്നെ ആകർഷിച്ചത്. അതുകൊണ്ടാണ് ഞാനൊരു ബിഷപ്പായി തീരണമെന്ന് ആഗ്രഹിച്ചത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. ബിഷപ്പായി തീരുവാൻ ആഗ്രഹിച്ച റെനി ജോർജ് ചെറുപ്രായത്തിൽ തന്നെ എല്ലാ ദുസ്വഭാവങ്ങൾക്കും അടിമയായി തീർന്നു. 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് എത്രമാത്രം ദുർമാർഗിയായി തീരുമാൻ കഴിയുമോ അത്രമാത്രം ഞാൻ ദുർമാർഗിയായി തീർന്നു. പുകവലി, മദ്യപാനം, പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയും അതിനോടനുബന്ധമായ ഈ എല്ലാ ദുസ്വഭാവങ്ങളും എന്നിൽ ഉണ്ടായി. തൽഫലമായി ഞാനൊരു വളരെ വിചിത്രമായ വികൃതമായ സ്വഭാവം എന്നിൽ രൂപം കൊണ്ടു. ഒരു മിഷണറിയുടെ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ബ്രദർ റെനി ജോർജ് എങ്ങനെയാണ് ബാല്യത്തിലെ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകാൻ ഇടയായത്? ഒരുപക്ഷെ മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ, അതോ ബാല്യത്തിലെ ആ ഒരു സ്വഭാവത്തോടെ പുറത്തേക്ക് പോകാനുണ്ടായ അവസരമാണോ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് അങ്ങേ നയിച്ചത്? ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുവാനായിട്ട് പിശാച് എന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഞങ്ങൾ 7 ആൺകുട്ടികളും 1 പെൺകുട്ടിയും അടങ്ങുന്ന ഒരു വലിയ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ എല്ലാ സഹോദരങ്ങളും മിനിമം പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്. അവർക്കാർക്കും എന്നിലുണ്ടായിരുന്ന ദുസ്വഭാവം അവർക്കില്ലായിരുന്നു. ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. എന്നാൽ എന്നെപ്പോലെ ഒരു ടോട്ടൽ, അതായത് ഭയങ്കരമായ മുടിയനായ പുത്രൻ,
അതായിരിക്കും എൻ്റെ കറക്റ്റ്. ഒരുപക്ഷെ സ്കൂൾ ജീവിതമായിരിക്കുമോ, അല്ലെങ്കിൽ ആ സ്കൂൾ ജീവിതത്തിലെ സൗഹൃദമായിരിക്കുമോ അങ്ങനെ ഒരു തലത്തിലേക്ക് നയിച്ചത്? ഇല്ല, ഞാനായിരുന്നു എല്ലാ തലങ്ങളിലും നമ്പർ 1. മറ്റു സുഹൃത്തുക്കൾ ആരും എന്നെ ദുർമാർഗിയാക്കിയതല്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പണം മോഷ്ടിച്ചു കൊണ്ടുപോയി കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ നേതാവാകും. അന്നത്തെ കാലത്ത് 1 രൂപ, അതായത് ഞാൻ പറയുന്നത് 1960s കഥയാണ് പറയുന്നത്. അന്ന് 1 രൂപ, ഞാൻ താമസിക്കുന്നത് എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ ആയിരുന്നു. വല്യപ്പച്ചനൊരു ധനവാനായ മനുഷ്യനായിരുന്നു. വല്യപ്പച്ചൻ്റെ മടിശ്ശേരിയിൽ നിന്നും 1 രൂപ എടുത്താൽ അന്ന് വല്യപ്പച്ചൻ അറിയില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുന്നത് 1 രൂപയുമായിട്ടായിരുന്നു. അന്ന് 1 രൂപയുമായിട്ട് സ്കൂളിൽ ചെല്ലുന്ന കൂട്ടുകാരൻ അവിടുത്തെ ബാക്കി കൂട്ടുകാരുടെ എല്ലാം നേതാവായി മാറി. അപ്പോൾ എനിക്കെപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ലീഡർഷിപ്പ് ആണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയുള്ള ആ ജീവിതമാണ് എന്നെ പടിപടിയായി ദുർമാർഗത്തിലേക്ക് നയിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പേര് കിട്ടുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ, അതാണ് എൻ്റെ കറക്റ്റ് വാക്ക്, ഷൈൻ ചെയ്യാനായിട്ട് ഞാൻ എന്തും കാണിക്കുന്ന ഒരു പ്രകൃതമായി ഞാൻ മാറി. അങ്ങനെ എൻ്റെ ജീവിതം ക്രമേണ അങ്ങനെ പോയി പിന്നീട് പുകവലി, മദ്യപാനം, പിന്നീട് മയക്കുമരുന്നിലേക്കായി. മയക്കുമരുന്ന്, കഞ്ചാവിൽ തുടങ്ങിയ മയക്കുമരുന്ന് ഉപയോഗം ഉയർന്ന് അവസാനം ബ്രൗൺ ഷുഗർ വരെ എത്തിച്ചേർന്നു. അപ്പോൾ ഒരു പൂർണ്ണമായ നാശത്തിൻ്റെ വക്കിൽ ഞാൻ എത്തിച്ചേർന്നു. അതിനെ തുടർന്നാണ് ഏറ്റവും ഭയങ്കരമായ ആ വിപത്തിലേക്ക് ഞാൻ വീഴുവാനും ജയിൽവാസത്തിന് ഇടയായിത്തീരുകയും. ഇപ്പോൾ കരിക്കൻ വില്ല കൊലക്കേസിലൂടെയാണ് അങ്ങ് സമൂഹം അറിയുന്നത്. അതായത് 27ാമത്തെ വയസ്സിൽ ശ്രദ്ധേയമായ ഒരു പ്രായത്തിൽ ഒരു വലിയ കുറ്റവാളിയായി തീരുകയാണ്. കേരളം ആ സംഭവം ഇതുവരെ മറന്നിട്ടില്ല, അത് മറക്കാനും പോകുന്നില്ല. എന്നാൽ പുതിയ പ്രേക്ഷകർക്കായി ചിലർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതിനായിട്ട് ആ സംഭവം ഒന്ന് ചുരുക്കി പറയാമോ? കരിക്കൻ വില്ല സംഭവത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം, ഞാൻ ആകെപ്പാടെ ആ ഭവനത്തിൽ 3 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. 3ാമത്തെ പ്രാവശ്യം ഈ സംഭവം നടന്നു. അപ്പോൾ മനസ്സിലാക്കാം, എനിക്ക് ആ ഭവനവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കസിനായിരുന്നുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഞാൻ ആദ്യത്തെ 2 പ്രാവശ്യം ആ വീട്ടിൽ പോയി. അപ്പോൾ എനിക്ക് ആ ഭവനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ അറിയാമായിരുന്നു. ഏറ്റവും കൂടുതലായിട്ട് എന്നെ ആകർഷിച്ചത് ആ ഭവനത്തിലെ അങ്കിളും ആൻറ്റിയും ധരിക്കുന്ന സ്വർണ്ണ ചെയിൻ. ആ സമയത്താണ് മദ്രാസിൽ എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാനായിരുന്ന കാലയളവിൽ എൻ്റെ ബാക്കി കൂട്ടുകാരുമായി ഞാൻ പരിചയപ്പെടുന്നത്. ഈ 1980 ആയപ്പോഴേക്കും ഞാനും എൻ്റെ കൂട്ടുകാരും ബ്രൗൺ ഷുഗറിന് അടിമകളായി തീർന്നു. അന്ന് ബ്രൗൺ ഷുഗർ ഇന്ത്യയിലേക്ക് വന്നിട്ടേയുള്ളൂ. അത് ലഭിക്കണമെങ്കിൽ വളരെ പണം ആവശ്യമായിരുന്നു. അപ്പോൾ ആ ബ്രൗൺ ഷുഗർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്താൽ ധാരാളം പണം സമ്പാദിക്കാമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായി. അത് പ്രാവർത്തികമാക്കാനായിട്ട് ഞാനും എൻ്റെ ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കളായിരുന്നു എൻ്റെ കൂടെ കേസിൽ പ്രതികളായ 3 പേർ. ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് പല പ്ലാനുകളും ഞങ്ങൾ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് കേരളം വരെ പോകാം. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട്, ഒരു അംബാസിഡർ കാറുണ്ട്. എപ്പോഴും എൻ്റെ കയ്യിലുള്ളത് അംബാസിഡർ കാറായിരിക്കും. കാരണം അംബാസിഡർ കാറിൻ്റെ ടാക്സ് ടോക്കനും RC ബുക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കാരണം എൻ്റെ പിതാവിൻ്റെ കാറിൻ്റെ RC ബുക്കും ടാക്സ് ടോക്കനും ഞാൻ അപഹരിച്ചുകൊണ്ട് വന്നത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. അത് ഫിറ്റ് ചെയ്താണ് ഞാൻ ഈ മോഷ്ടിക്കുന്ന കാറുകൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ കാർ യഥാർത്ഥത്തിൽ ഡൽഹിയിൽ ഓടുന്നുണ്ട്, എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന കാറ് മദ്രാസിലാണ് ഓടുന്നത്. അങ്ങനെ ഈ കാറിൽ ഞങ്ങൾ 4 പേരും കൂടി പെട്രോളൊക്കെ അടിച്ച് കാറൊക്കെ സർവീസ് ചെയ്ത് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ കൂട്ടുകാർക്കും അറിയില്ല, എനിക്കും അറിയില്ല. പറ്റിയാൽ ഈ കാർ എങ്ങനെയെങ്കിലും വിൽക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട് കുമ്പളാംപോയിക എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. എൻ്റെ പത്തനംതിട്ടയ്ക്കടുത്ത് കുമ്പളാംപോയിക. എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പോഴേക്കും മരിച്ചു പോയിരുന്നു. അവർക്ക് റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉണ്ട്. എപ്പോഴും
ഗോഡൗണിൽ കെട്ടുകണക്കിന് റബ്ബർ കാണും. പിന്നെ ആ വീടിനകത്ത് കുറേ വിലപിടിപ്പുള്ള സൗണ്ട് സിസ്റ്റം, മ്യൂസിക് സിസ്റ്റമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മാച്ചൻ ബ്രൂണയിലാണ് ആ കാലയളവിലുണ്ടായിരുന്നത്. ഒരു അമ്മാച്ചനേ ഉള്ളൂ. ഞാൻ അവിടെ ജീവിച്ചിരുന്ന വീടാണ്. അപ്പോൾ എനിക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ വിചാരിച്ചു ഒന്നുകിൽ ഈ കാറ് വിൽക്കാം, അല്ലെങ്കിൽ കുമ്പളാംപൊയ്യയിലെ വീട്ടിൽ പോയി അത് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് മ്യൂസിക് സിസ്റ്റമൊക്കെ എടുത്താലും ഞങ്ങൾക്ക് 50,000 രൂപ മതി, അത് മതിയെന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭ്രാന്തൻ ചിന്താഗതിയുമായിട്ടാണ് സത്യമായി ഞങ്ങൾ മദ്രാസിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. കൂട്ടുകാരോടൊന്നും പറയുന്നില്ല. അവർക്ക് കാറേ കയറി കേരളത്തിൽ പോയി ഗോഡ്സ് ഓൺ കൺട്രി, കോവളം, ഗ്രാസ് ഇത്രയൊക്കെ അവർക്കുള്ളൂ. അത് കവിഞ്ഞ് ഒന്നും അവർക്ക് ചിന്തയില്ല. അവർ യഥാർത്ഥത്തിൽ പാവങ്ങളായിരുന്നു. അവർക്ക് ഇങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്കും ഒരു കൊലപാതകമോ ഇങ്ങനെയുള്ള കരിക്കൻവേലിയിൽ സംഭവിച്ച പോലുള്ള ഒരു വലിയ കവർച്ചയോ ഒന്നും എൻ്റെ മനസ്സിലുമില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് കോട്ടയം വരെ എത്തിച്ചേർന്നു. കോട്ടയത്ത് എനിക്ക് പരിചയമുള്ള ഒരു ലോഡ്ജിൽ റൂം എടുത്ത് ഞങ്ങളവിടെ അല്പസമയം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടി ഒരു ചിന്ത കടന്നു വരികയാണ്, കരിക്കൻ വില്ല. അന്നാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ 6 രാവിലെ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ്. ഞങ്ങൾ തിരിക്കുന്നത് ഒക്ടോബർ 4 മദ്രാസിൽ നിന്നും. ഒക്ടോബർ 6 രാവിലെ എൻ്റെ മനസ്സിൽ കരിക്കൻ വില്ല കടന്നു വരുന്നു. കരിക്കൻ വില്ലയിലെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെ ചിത്രം, അവരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളും അവരുടെ ധനസ്ഥിതികളുമെല്ലാം എൻ്റെ മനസ്സിലൂടെ എന്തുകൊണ്ട് കരിക്കൻ വില്ലയിൽ പോയി അവരെ ഹോൾഡപ്പ് ചെയ്താൽ എന്താണ്? ഞങ്ങൾ കണ്ടിട്ടുള്ള ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലെ പോയി ഹാൻഡ്സ് അപ്പ് എന്ന് പറയുകയും ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിത്രം മനസ്സിൽ കൂടെ വന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഫ്രണ്ട്സ്, ദർ ഈസ് വൺ ഹൗസ്, ഇങ്ങനൊരു വീടുണ്ട്, നമുക്ക് അവിടെ പോയാൽ നമുക്ക് ഒത്തിരി പണം കിട്ടും. അവർ കേൾക്കാത്ത താമസം പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. കാരണം 24/7 ഞങ്ങൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആ കൺട്രോളിലാണ്, ഒരു സുബോധവുമില്ല. ഇങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി കോട്ടയത്ത് നിന്നും കരിക്കൻ വില്ലയിൽ ചെന്ന് അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കൂടെ സമയം ചെലവഴിച്ചു. അവർ ഞങ്ങൾക്ക് ചായ സൽക്കാരമൊക്കെ നടത്തി. ഞാൻ എൻ്റെ കൂട്ടുകാരുമായി കേരളം കാണാൻ വന്നു എന്നാണ് അവരോട് പറഞ്ഞത്. വിദേശികളായ കൂട്ടുകാരായതുകൊണ്ട് അവരത് സംശയിച്ചുമില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ അവരെ ഹോൾഡപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. അവരൊന്നും അറിയാതെ ഞങ്ങളെ സ്വീകരിച്ചു. എന്നാൽ താമസിയാതെ അവിടെ നടന്ന സംഭവം നിർഭാഗ്യകരമായ, ഏറ്റവും ഭീകരമായ സംഭവമായിരുന്നു. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തതായത് അവിടെ അരങ്ങേറി. ഞങ്ങൾ തിരികെ കോട്ടയത്ത് വന്ന് ഞങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് മദ്രാസിലേക്ക് യാത്രയായി. മദ്രാസിൽ ചെന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഏകദേശം 1 കിലോ സ്വർണം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം വിറ്റ്, കിട്ടിയ വിലയ്ക്ക് വിറ്റ് കുറച്ച് പൈസ കന്യാക്കാരന് കൊടുത്തു. അവൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അതുമായിട്ട് അവൻ ഡൽഹിയിലേക്ക് യാത്രയായി. ഞങ്ങൾ 3 പേരും മദ്രാസിൽ അവശേഷിച്ചു. ഇതിനോടിടയ്ക്ക് കേരളത്തിൽ പോലീസ് കേസ് അന്വേഷിച്ച് കേരള പോലീസ് മദ്രാസിൽ എത്തിച്ചേർന്നു. എൻ്റെ കൂട്ടുകാരൻ ഗുലാം മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തു. ഈ 3 പേരും കൂടെ ഉണ്ടായിരുന്ന 3 പേരും 3 രാജ്യക്കാരായിരുന്നു. അവർ 3 പേരും 3 രാജ്യക്കാരായിരുന്നു. അതൊക്കെ എവിടെയുള്ളവരായിരുന്നു? കെനിയ, മൗറീഷ്യസ്, മലേഷ്യ. അങ്ങനെ ഞങ്ങളെ 3 പേരെയും അവിടെ നിന്നും അറസ്റ്റ് ചെയ്തു. ഞങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കി. അവിടെ നിന്ന് മാവേലിക്കര സബ് ജയിലിലാക്കി. തുടർന്ന് കെനിയക്കാരൻ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് അവൻ സ്വയം കീഴടങ്ങി. അവനും ഞങ്ങളോടൊപ്പം ചേർന്നുണ്ടായി. അപ്പോൾ 14 വർഷം 9 മാസം നീണ്ട ജയിൽവാസം. ഈ കാലയളവിനുള്ളിൽ 6 വർഷം വീണ്ടും കഠിനമായ കുറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ജയിലിനുള്ളിൽ തന്നെ. ഇതിനിടയിൽ ഒരു പരോളിൽ ഒരു പ്രാർത്ഥനാ മുറിയിൽ എത്തിയതാണ് ബ്രദർ റെനി ജോർജിൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് കാരണമായി തീർന്നത്. ആ സംഭവം ചുരുക്കി ഒന്ന് വിവരിക്കാം. ആദ്യത്തെ 6 വർഷങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ നമ്പർ 1 ക്രിമിനലായിരുന്നു ഞാൻ. ജയിലിലും ഞാൻ മയക്കുമരുന്നിന് അടിമയായി ജീവിച്ചു. മറ്റ് എല്ലാ കുപ്രസിദ്ധരായ കുറ്റവാളികളുമായി സുഹൃത്ത് ബന്ധത്തിലായി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിച്ചു. ഞങ്ങളുടെ മണ്ടത്തരം കൊണ്ട് പിടിക്കപ്പെട്ട് ജയിലിൽ വന്നുവെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. അതുകൊണ്ട് ഇനിയും ആസൂത്രിതമായ രീതിയിൽ ഏത് കുറ്റകൃത്യങ്ങളും ആവിഷ്കരിച്ച് അതിൽ കൂടി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് സമൂഹത്തിൽ ധാരാളിയായി ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ കഴിഞ്ഞു. ആ സമയത്താണ് ഞങ്ങളെക്കുറിച്ചുള്ള സിനിമ, മദ്രാസിലെ മോൻ സിനിമ
ഇറങ്ങി. ആ സിനിമയുടെ പ്രൊഡ്യൂസർ എനിക്ക് കുറേ പണമൊക്കെ തന്നു. അതുപയോഗിച്ച് ഞാൻ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിച്ച് ജയിലിലും ആഡംബര ജീവിതം നയിച്ചു. ഇങ്ങനെ 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. ജയിലിൽ വരുന്ന സുവിശേഷ പ്രവർത്തകരൊക്കെ എന്നെ വന്ന് കാണുമായിരുന്നു. അവരെ കാണുമ്പോൾ ഞാൻ ചിരിച്ച് കാണിക്കും. മിഷണറിയുടെ മകനായതുകൊണ്ട് ഞാൻ അവരെയൊന്നും എതിർക്കാനൊന്നും പോയില്ല. എല്ലാവരോടും നല്ല സമീപനമായിരുന്നു. എങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു മാറ്റം ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം എനിക്ക് ലഭിച്ച കുപ്രസിദ്ധി, എനിക്ക് ലഭിച്ചതായിട്ടുള്ള ഇരട്ടപ്പേരൊന്നും തലമുറകൾ കഴിഞ്ഞാലും മായുകയില്ല. പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഒരു ശ്രമം നടത്തി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നതെന്നായിരുന്നു ഞാൻ മാനുഷികമായി ചിന്തിച്ചു. ഞാൻ വിചാരിച്ചത് വെറുതെ നന്നാകേണ്ട കാര്യമൊന്നുമില്ല, ഏതായാലും എന്നെ സമൂഹം ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് ഇനിയും ഉള്ള ജീവിതം ഒരു അധോലോക കുറ്റവാളിയായി തന്നെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. കൂട്ടുകാർ 3 പേരെയും പോറ്റി പുലർത്തണം. അതുപോലെ തന്നെ ജയിലിലെ മറ്റ് കുപ്രസിദ്ധരായിട്ടുള്ള കുറേ പേരും എൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ലീഡർഷിപ്പ്, ജയിലിലെയും ലീഡർഷിപ്പ് എനിക്കാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ പുറത്തു പോയി പരോളിലൊന്ന് പോയി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒരു പരിപാടിയൊക്കെ ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെ ആയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഒരു പരോളൊക്കെ സംഘടിപ്പിച്ച് ഞാൻ പുറത്തു വന്നു. ഈ സമയം എൻ്റെ മാതാപിതാക്കൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. എന്നെപ്പോലെ ഒരു മകൻ ഉണ്ടായാൽ, പ്രത്യേകിച്ച് മിഷണറി മാതാപിതാക്കൾ, അവരുടെ ഹൃദയം തകർന്ന്, എല്ലാം തകർന്നു. എൻ്റെ മാതാവിൻ്റെ കുടുംബവും പിതാവിൻ്റെ കുടുംബവും 2 കുടുംബങ്ങളും അറിയപ്പെട്ടിരുന്നത് റെനി ജോർജിൻ്റെ ബന്ധുക്കളെന്നുള്ള രീതിയിൽ എല്ലാവരും അവരുടെ ആ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ കഴിയുന്ന കാലയളവ്. പിതാവാണെങ്കിൽ എൻ്റെ സംഭവം നടന്ന ആ ദിവസം മുതൽ അദ്ദേഹം എല്ലാ മാംസാദികളും വർജിച്ച് വളരെ പ്രാർത്ഥനയോടുകൂടി ഉപവാസത്തോടുകൂടി ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇവരുടെ പ്രാർത്ഥനയൊന്നും എനിക്കൊരു താല്പര്യമില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി വെറുതെ പ്രാർത്ഥിച്ച് സമയം കളയണ്ട, നിങ്ങൾക്ക് വേറെ 7 മക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നെ നിങ്ങൾ മറന്നേക്കുക. എനിക്കിനി നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനോ നിങ്ങൾ ഉൾപ്പെടുന്ന ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഞാൻ പ്ലാൻ ചെയ്തിരുന്ന കുറ്റകൃത്യത്തിനായിട്ട് ഞാൻ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭവനത്തിൽ ഒരു അതിഥി കടന്നു വരുന്നു. എൻ്റെ മാതാവ് പറഞ്ഞു, റെനി, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ആരാണ്, എന്നെ കാണാൻ ആരും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ വന്നപ്പോൾ ഒരു താടി വളർത്തി ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട ഒരു ചെറുപ്പക്കാരൻ. ഞാൻ വിചാരിച്ചു ഏതോ ഒരു അണ്ടർവേൾഡ് ക്യാരക്ടറായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നത് പ്രൈസ് ദ ലോർഡ്, ആദ്യത്തെ വാക്ക് പ്രൈസ് ദ ലോർഡ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് മറ്റേ പാർട്ടിയാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ ചിരിച്ചു. ഓ, എന്നെ ട്രാപ്പ് ചെയ്യാൻ വന്നതാണ്, എന്നെ നന്നാക്കാൻ വന്നതാണ്. സി ജോർജിൻ്റെ മകനെ ആർക്ക് നന്നാക്കാൻ കഴിയും? അനേകർ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്, എനിക്കറിയാം. എന്നാൽ ഈ വ്യക്തിയുടെ പ്രൈസ് ദ ലോർഡ് ഒരു ബോംബ് ഷെൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇട്ടതുപോലായിരുന്നു. ദൈവത്താൽ നിയോഗിതനായി ആ ദൈവത്തിൻ്റെ ദൗത്യവുമായിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നത്. അദ്ദേഹം കൂടുതലായിട്ടൊന്നും സംസാരിച്ചില്ല. റെനിയെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്, ആര് വിട്ടതാണെന്നൊന്നും പറഞ്ഞില്ല. പിന്നീടാണ് മനസ്സിലായത് പാസ്റ്റർ കെ.സി. ജോണാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു, റെനി, നമുക്ക് ലെറ്റ്സ് ഗോ ഔട്ട്. സാധാരണ ചെറുപ്പക്കാർ പറയുന്നില്ല, ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് സ്പെൻഡ് സം ടൈം, നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ്. എന്നാൽ നേരെ തിരുവല്ലായിലേക്കാണ് വണ്ടി പോയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്ര പറ്റിയ സ്ഥലമല്ലല്ലോ, തിരുവല്ലായിൽ എന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ എന്നെ നേരെ അദ്ദേഹം കൊണ്ടുപോയത് നീരേറ്റുപുറം പാസ്റ്റർ കെ.സി. ജോണിൻ്റെ അന്നത്തെ ചർച്ച്, ചെറിയ ചർച്ച, ഒരു 10-40-50 പേരുള്ള ഒരു ചർച്ചിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഈ പരോൾ ഇറങ്ങി ഈ സമയത്ത് എവിടെയാണ് താമസിക്കുന്നത്? കോട്ടയത്ത് എൻ്റെ പേരൻസ് ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന കാലയളവാണ്. എൻ്റെ പിതാവ് എവരി ഹോം ക്രൂസൈഡിൽ നിന്നും വോളണ്ടിയറി റിട്ടയർമെൻ്റ് എടുത്ത് പ്രാർത്ഥനയിൽ കഴിയുന്ന കാലയളവാണ്. അങ്ങനെ ഈ റോയ് വർഗീസ് എന്നെ പാസ്റ്റർ കെ.സി. ജോണിൻ്റെ പ്രാർത്ഥനാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ വളരെ വിമിഷ്ടത്തോടുകൂടി, വളരെ ഇറിറ്റേഷനോടുകൂടി അവിടെ പോയി ഇരുന്നു. അതിൻ്റെ പുറകിൽ ഇരുന്നു.
അപ്പോൾ അവിടെ നടക്കുന്ന പരിപാടിയൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആൾക്കാരിങ്ങനെ, എനിക്കറിയാമല്ലോ, ഞാൻ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്, ഇതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടമാണെന്ന് കരുതി. പക്ഷേ ആ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം യഥാർത്ഥമായും അന്ന് സംഭവിച്ചു. നിമിഷങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തതായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഞാൻ ആക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് പോയി എൻ്റെ പരിപാടി ബാങ്ക് റോബറിക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ വാക്യം സൺഡേ സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വാക്യം എൻ്റെ ഹൃദയത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ചു. അന്ന് ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ മറ്റുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുകയാണ്. ഈ വാക്ക് അല്ലെങ്കിൽ ഈ വചനം ഒരു വ്യക്തിയിലൂടെ വന്നതാണോ അതോ മനസ്സിൽ ദൈവാത്മാവ് കൊണ്ടെത്തിച്ചാണോ? എനിക്കറിയാവുന്ന വാക്യമാണല്ലോ. പക്ഷെ ആ സമയത്ത് ഈ വാക്യം എൻ്റെ ഹൃദയത്തിലൊരു ശസ്ത്രക്രിയ പോലെ പ്രവർത്തിക്കുക. ഉടനെ ഞാൻ ചിന്തിച്ചു, ഞാൻ ചെയ്യുന്ന ബാങ്ക് റോബറിയിൽ കൂടി എനിക്ക് ചിലപ്പോൾ 50 ലക്ഷം കിട്ടും. എന്നാൽ എൻ്റെ കൂടെ വരുന്ന കൂട്ടുകാർ തന്നെ എന്നെ ഒരുപക്ഷെ കൊലപ്പെടുത്തി, എന്തെല്ലാം ഇങ്ങനെ പലതും. ദൈവാത്മാവ് സംസാരിക്കുകയാണ്, റെനി, നീ എന്തെല്ലാം നേടിയാലും ഇത് നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ചാൻസാണ്. ഇത്രയും നാളുകൾ, എനിക്ക് 33 വയസ്സായി, 33 വർഷങ്ങളായി ഞാൻ നിന്നോടൊപ്പമുണ്ട്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിനക്കായി ഞാൻ എത്രയോ വഴികൾ ഒരുക്കി. നീ എൻ്റെ പിന്നാലെ വന്നില്ല. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ്. എനിക്കറിയാം, ഞാനൊരു മിഷണറി കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ സംബന്ധിച്ചിട്ടുള്ള പ്രാർത്ഥന കൂട്ടങ്ങൾക്ക് കണക്കില്ല. ഞാൻ പല പ്രാവശ്യം കൈപൊക്കിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും സംഭവിക്കുന്നില്ല, യാഥാർത്ഥ്യമായി തീരുന്നില്ല. എന്നാൽ ഈ ദിവസം 1987 ഓഗസ്റ്റ് മാസം 15-ാം തീയതി പാസ്റ്റർ KC ജോണിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടപ്പോൾ, ആ പരിശുദ്ധാത്മാവിന് ഞാൻ വിധേയനായപ്പോൾ എൻ്റെ ഉള്ളിൽ ഉയർന്നതായ ആ ചിന്ത എൻ്റെ ചിന്തയായിരുന്നില്ല. അതെന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്തയായിരുന്നു, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കരയാൻ തുടങ്ങി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ടിങ്ങനെ ഒരു വെള്ളിത്തിരയിലൂടെ എന്ന പോലെ ഞാൻ ഭയങ്കരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ മുമ്പിൽ കൂടെ ദൈവം കടത്തിവിടുകയാണ്. ഇതിൻ്റെ എല്ലാം അവസാനം എന്തായിത്തീരും? ഇനി നീ ബാങ്ക് റോബ് ചെയ്യാൻ പോവുകയാണ്, നീ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കും? ഇത് നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ചാൻസാണ്. നീ ഒരു തെരുവ് നായെപ്പോലെ നീ നഷ്ടപ്പെടും. ഇതാണ് എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് അനുതാപം പരിശുദ്ധാത്മാവ് എനിക്ക് അനുതാപം തന്നു. പാപത്തെക്കുറിച്ച്, ഞാനൊരു പാപിയാണെന്നും ഞാൻ ചെയ്തതായ പാപം എത്ര ഭയങ്കരമായിരുന്നെന്നും ഈ പാപത്തിൻ്റെ പരിണിതഫലം എന്തായിത്തീരുമെന്നും ഈ പാപജീവിതത്തിൻ്റെ അവസാനം എല്ലാം ഒരൊറ്റ വൺ ഷോട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് സുബോധം വരികയാണ്. ആ മുടിയനായ പുത്രൻ പന്നി തിന്നുന്ന വാളവരെ തിന്നേണ്ടി വന്നപ്പോൾ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് അവന് ഓർമ്മ വന്നപ്പോൾ അവന് സുബോധം വന്നെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ സുബോധം റെനി ജോർജിന് ആ നിമിഷങ്ങളിൽ ഉണ്ടാകുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തോടുകൂടി ഞാൻ ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. ഇത് പാസ്റ്റർ KC ജോൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തുടർന്ന് എന്നെ ഒരു സമർപ്പണത്തിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിനിടയായി. അങ്ങനെ ഞാൻ അന്ന് ആ സഭാമധ്യേ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഇനിയൊരു ജീവിതം എനിക്കുണ്ടെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയാനുള്ള ധൈര്യം, കൃപ എനിക്ക് ദൈവം അന്ന് തന്നു. ഒറ്റ ദിവസത്തിൽ, ഒരു നിമിഷത്തിൽ സംഭവിച്ച മാറ്റം. അതാണ് ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന്. ഇതെല്ലാം ദൈവവചനമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സത്യം,
നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിത്തീരും. അപ്പോൾ എത്ര മൃഗതുല്യമായ ചിന്തയോടുകൂടി ജീവിതം നയിച്ചാലും ദൈവാത്മാവ് തൊട്ടാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ വ്യതിയാനം സംഭവിക്കുന്നു. അത് തന്നെയാണ് ബ്രദറിൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാനായിട്ട്. തീർച്ചയായും അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. യെസ്, 100%. അവിടെ മാനുഷികമായ യാതൊരു മനുഷ്യരെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു മനുഷ്യൻ്റെ അനുതാപത്തിനും മാനസാന്തരത്തിനും പൂർണ്ണ ഉത്തരവാദിത്വം പിതൃപുത്ര പരിശുദ്ധാത്മാവിന് മാത്രമാണ്. അത് മൂന്നും അവിടെ സമ്മേളിച്ചു. അത് റെനി ജോർജിനെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. അപ്പോൾ 15 വർഷത്തെ ജയിൽവാസത്തിൽ ഇടയ്ക്കുള്ള 6 വർഷം കഴിഞ്ഞപ്പോൾ, 6 വർഷത്തിന് മുമ്പ് വരെ നിഷ്ഠൂരമായ ചിന്തകളും പ്രവൃത്തിയും, ഒരു ബാങ്ക് കൊള്ളയ്ക്ക് വേണ്ടി പുറത്തിറങ്ങി വന്ന ഒരു കാലഘട്ടം. ആ പരോൾ കാലഘട്ടത്തിൽ പക്ഷെ ദൈവാത്മാവിൻ്റെ ചിന്ത വളരെ വ്യത്യസ്തമായിരുന്നു. ആ ഒരു തലത്തിലേക്ക് ദൈവം നടത്തി. അതിനുശേഷം ജയിലിലേക്ക് മടങ്ങിപ്പോയത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. പിന്നീട് എന്താണ് ജയിലിൽ സംഭവിച്ചത്? എൻ്റെ കൂട്ടുകാർ എന്നെ പ്രതീക്ഷിക്കുന്നത് പണവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ച് കഴിയുന്നത്. ഇതേ കാലയളവിൽ ഒരു ബാങ്ക് റോബറി കേരളത്തിൽ നടക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ സന്തോഷിച്ചു. അവർ വിചാരിച്ചു ഞാനാണ് അത് ചെയ്തതെന്ന്. അങ്ങനെ അവർ പണവുമായിട്ട് ചെല്ലുന്ന റെനി ജോർജിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ റെനി ജോർജ് ചെല്ലുന്നത് കയ്യിലൊരു വേദപുസ്തകവുമായിട്ടാണ്. അവരെന്നെ നോക്കി കൊണ്ടുവന്ന സാധനമൊക്കെ എടുക്കുന്നതെന്ന് നോക്കിയിരിക്കുമ്പോൾ ഞാൻ വേദപുസ്തകമൊക്കെ താഴെ വെച്ചിട്ട് പറഞ്ഞു, കൂട്ടുകാരെ, ഞാൻ പഴയ റെനി ജോർജ് അല്ല, ഞാൻ എൻ്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു എന്ന് പറയുകയും അവരെന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ ബാങ്ക് റോബ് ചെയ്തിട്ട് വന്നിരിക്കുകയാണെന്നാണ്. അവർ പിന്നെയും ചിന്തിക്കുന്നത് ഞാൻ ഇതെല്ലാം ഈ റോബ് ചെയ്ത പണം എല്ലാം ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടി ഒരു പുതിയ അടവുമായിട്ട് വന്നിരിക്കുന്നതെന്നാണ്. അവർക്കാർക്കും ക്രിസ്തീയ ജീവിതവും മാനസാന്തരത്തിൻ്റെ ഒന്നും കണിക പോലും അറിയാത്തവരാണ്. അവരെന്നെ അബ്യൂസ് ചെയ്തു, എന്നെ ചീത്ത പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഏകനായി, അന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മാനസാന്തരപ്പെട്ട ഒരു തടവുകാരനുണ്ടായിരുന്നെങ്കിൽ അത് റെനി ജോർജ് മാത്രമായിരുന്നു. എൻ്റെ സെല്ലിൽ ഞാൻ ഏകനായി നിന്ദനായി പരദേശിയായി ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു. എന്നാൽ ആഴ്ചകൾ മാസങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു പോയ കൂട്ടുകാരൊക്കെ ഒന്നൊന്നായിട്ട് മടങ്ങി വന്നു. എന്നോടൊപ്പം ഇരിക്കാൻ ദൈവം ഇടയാക്കി. അവരോട് കർത്താവിനെക്കുറിച്ച് പറയാൻ ദൈവം എന്നെ സഹായിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പാട്ടുകൾ പാടി, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരു ശക്തമായ കൂട്ടായ്മ ഉടലെടുക്കുവാനും ഞാൻ 1995 അവിടെ നിന്ന് റിലീസാകുമ്പോൾ ഏകദേശം 100 പേര് ആ ജയിലിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുന്നത് കാണുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. മദ്രാസിലെ മോൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ട സുവിശേഷകൻ റെനി ജോർജിൻ്റെ അത്യത്ഭുതകരമായ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത്. വഴിവിട്ടുപോയ ജീവിത ബന്ധങ്ങളിൽ ഇനി ഒരിക്കലും ഒരു മടങ്ങിവരവില്ലെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് ഏത് തരത്തിൽ തകർന്ന ജീവിതത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ബ്രദർ റെനി ജോർജിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നാം ഇതുവരെയും കേട്ടത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ അഭിമുഖത്തിൻ്റെ 2ാം ഭാഗവുമായി മടങ്ങി വരാം. നമസ്കാരം.